ഇപ്പം കേൾക്കാമല്ലോ അല്ലേ? ഇപ്പം നിങ്ങളുടെ വോയിസ് എൻ്റെ ചെവിയിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ വോയിസ് ഇവിടുത്തെ മൈക്കിൽ ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഒരാളെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നു. ഒരാളെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും അല്ലേ, ഇയാളെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഈ ആൻറ്റിബോഡി പ്രിപ്പയർ ഈ ആൾക്ക് എതിർക്കാൻ ഓക്കെ ഇയാളായിട്ട് അസോസിയേറ്റ് ചെയ്യരുതും, അസോസിയേറ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ഭാഗവും എന്നും വർക്ക് ചെയ്യും അല്ലേ? അവിടെ വർക്ക് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവഞ്ച്വലി നമ്മളിങ്ങനെ പല ഇൻസിഡൻറ്റ്, ചില ഫുഡ് വരുമ്പോൾ നമുക്ക് ഈ ഫുഡ് എനിക്ക് കൊള്ളത്തില്ല, അല്ലെങ്കിൽ എൻ്റെ വീട് ശരിയല്ല, ഞാൻ എൻ്റെ മാതാപിതാക്കൾ പാവപ്പെട്ടവരാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്നും ഈ ബോഡിയിൽ ഒരു നെഗറ്റീവ് എനർജി ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നും ബോഡിയിൽ നെഗറ്റീവ് എനർജി ഫോം ആയിക്കൊണ്ടിരിക്കും. ബോഡിയിൽ തന്നെ നമുക്ക് വേണ്ടാത്ത സാധനം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ നമ്മളിൽ വേണ്ടാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. കാരണം ശരീരത്തിൻ്റെ ഭാഗം എങ്ങനെയാണ്? നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റാണ് ശരീരത്തിൻ്റെ ഓറിയൻറ്റേഷൻ തീരുമാനിക്കുന്നത്. മനസ്സിലായി? നമ്മളെന്ന് പറയുന്നതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ പറയണ ഇയാൾ കൊള്ളത്തില്ല, നമ്മളിലല്ലേ ഇയാൾ കൊള്ളത്തില്ലെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലാണ് മറ്റൊരാൾ കൊള്ളത്തില്ലെന്ന് പറയുന്നത് അല്ലേ? ഇല്ല, നെഗറ്റീവ് ഫീലിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ഇല്ല അതായത് പച്ചക്കറി വാങ്ങാനായിട്ട് ഇരുമ്പ് കടയിൽ ചെല്ലത്തില്ലല്ല. പച്ചക്കറി വാങ്ങാൻ ഇരുമ്പ് കടയിൽ പോവുക ഇല്ല. അപ്പോൾ ഇപ്പം നമ്മൾ ആ റൂമിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അവിടെ ഇരിക്കുന്നവർ ഞാനുമായിട്ട് യാതൊരു റാപ്പൊക്കെയുള്ള യാതൊരു കാര്യവും ഇല്ല. അപ്പം അവർക്ക് എന്തു വേണേലും പറയാം, മനസ്സിലായി? കാരണം അവർക്ക് എന്തു വേണേലും പറയാം. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ഓൺ ലെവലിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവരെ റെസിസ്റ്റ് ചെയ്യുകയോ അവരോട് പ്രിയം കാണിക്കുകയോ നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നിങ്ങൾ ഒരു കടയിൽ ചെന്നിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ ഇത് വിൽക്കുന്നത്, ഇതല്ലല്ലോ വിൽക്കേണ്ടതെന്നൊരു കടയിൽ കയറിച്ചും പറയുമോ? ഇല്ല അല്ലേ? നമ്മളിപ്പോൾ ചെന്നിച്ച് കാണിച്ചെന്ന് പറയുമ്പോൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ സ്ട്രെസ് വന്ന്, കാരണം ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അതെ നിരന്തരം നമ്മളൊരു ബാലൻസിലല്ലേ പോകുന്നത്. ഞാൻ തേങ്ങയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ തേങ്ങ മാങ്ങയാകത്തില്ലല്ലോ. മനസ്സിലായി? തേങ്ങ എപ്പോഴും തേങ്ങ തന്നെ ആയിട്ടിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തേങ്ങയായിട്ട് നോക്കി വെച്ചാൽ ഒരാൾ പറയും എന്ത് മാങ്ങ എന്തിനാ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ ആയിട്ട് തന്നെയല്ലേ ഇരിക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരു അസ്യൂംഡ് സ്റ്റേറ്റാണ് നമ്മളെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. ഒരു അസ്യൂംഡ് സ്റ്റേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എന്താണെന്ന് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനാണ് എല്ലാ ആൾക്കാരും പാടുപെടുന്നത്. ഞാൻ എന്താണെന്ന് മറ്റൊരാളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ല. കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ വ്യക്തിക്കും ഇല്ല, ഒരു കാര്യമില്ല. നിങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെ ഞാനും, ഒന്നും നേടാനില്ല. നിങ്ങളും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ് എനിക്കും വേണ്ടത്. നമുക്ക് രണ്ടുപേർക്കും വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ് എനിക്കും വേണ്ടത് അല്ലേ?
പക്ഷെ ഇതല്ല എല്ലാവരുടെയും ആവശ്യം. എല്ലാവർക്കും കാർ വേണം, പ്ലെയിൻ വേണം, അത് വേണം, ഇത് വേണം. ഇങ്ങനെ വേറെ കുറേ മെറ്റീരിയൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് മനുഷ്യൻ്റെ താല്പര്യങ്ങൾ പോയി. അതുകൊണ്ട് ആർക്കും ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായേ? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ സാലറി വേണം, എനിക്ക് 10 കോടി വേണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈമറിലി ബേസിക് റിക്വയർമെൻറ്റ്സിന് വിട്ടിട്ട് നമ്മൾ വേറെ അൺവാണ്ടഡ് ഡിസയർ ഉണ്ടാക്കി. മറ്റേതൊക്കെ വാണ്ടഡ് ഡിസയറാണ് അല്ലേ? ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ഇപ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക. ഇങ്ങനെയുള്ള ബേസിക് നോംസിനെ വകവെക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിത സ്ഥാനം കൊടുത്തപ്പോൾ കംപ്ലീറ്റ് പരസ്പര ബന്ധമില്ലാണ്ടായി. അതുകൊണ്ട് രോഗമുള്ള ആൾക്കാർ കൂടാൻ തുടങ്ങി. ആ രോഗമുള്ള ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. പിടികിട്ടിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ അപ്പം നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിൽ എന്താ ഉണ്ടാകുന്നത്? നമ്മളുടെ നമ്മുടെ അവയർനെസ് കൂടിയാണ് വേണ്ടത്. മനസ്സിലായി? നമ്മുടെ അവയർനെസ്സാണ്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തെളിച്ചം ഉണ്ടാകണം. ഇതിന് പകരം പെപ്സി കുടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആകുന്നു. പെപ്സി, കൊക്കോകോള ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആകുന്നു. അപ്പോൾ ആക്ച്വലി എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഭാഗത്തോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഓൾറെഡി ഒരു സാച്ചുറേറ്റഡ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പെപ്സി, കൊക്കോകോള ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലോട്ട് പോകുന്നത്. നമുക്കൊരു എന്തോ ഹൈ കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ ഈ ഹൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമിക്കുക. അതുകൊണ്ടാണ് ചില ആൾക്കാരെ ചീത്ത പറയുന്നത് എന്തിനാണ്? ഹൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മൾക്ക് വളരെ ഹൃദയത്തിൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ മോഡുലേഷൻ എങ്ങനെയാണ്? ആ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ, വെള്ളം, ഭക്ഷണം, വായു, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ. ഈ കോമൺ സംഭവത്തിന് പകരം നമ്മളൊരു മാനുഫാക്ചർഡ് സംഭവം കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് പറ്റും? സ്കേഴ്സിറ്റി ഉണ്ടാവും. എപ്പോഴും ഈസിലി അവൈലബിൾ ആകത്തില്ല. അല്ലേ? നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കേണ്ടി വരുന്നു. ഈ എൻ്റർടൈൻമെൻറ്റ് എന്താണ്? ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നമ്പായിട്ടിരിക്കുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ശരീരത്തിന് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹൈ വേണം. പക്ഷേ ഈ ഹൈ ഉണ്ടാക്കുന്നതാണ് ചില ഈവൻറ്റ്സിലോട്ട് പോകുന്നത്. പക്ഷേ ഹൈ ഉണ്ടാക്കാതെ ഒരേ ലൈനിൽ പോയിക്ക് എന്ത് സംഭവിക്കും? ഒരേ ലൈനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരേ ലൈനിൽ നിൽക്കുന്ന അവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽ ഉണരാൻ തുടങ്ങും. അല്ലേ? ഈ ഒരേ ലൈനിൽ പോകാൻ പറ്റുന്നില്ല. ഒരേ ലൈനിൽ പോകുമ്പോഴാണ് നമ്മുടെ ക്ലാരിറ്റി നമുക്ക് കൂടുന്നത്. അപ്പോൾ ഒരേ ലൈനിൽ പോകുന്ന ആൾക്ക് എന്ത് കാണാൻ പറ്റും? ശരീരത്തിലുണ്ടാകുന്ന അട്രാക്ഷൻ. ഫസ്റ്റ് സംഭവം നമ്മുടെ അട്രാക്ഷനാണ്. നമ്മൾ ഫുഡ് അട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഫുഡ് ആകർഷിച്ചിട്ടാണ് കഴിക്കുന്നത്. മനസ്സിലായ? വെള്ളവും ആകർഷണം മോസ്റ്റ്ലി എക്സാക്ട്ലി. ഇപ്പം നമ്മൾ സൊസൈറ്റിയുടെ പാർട്ട്ണറാകാനാണ് നോക്കുന്നത്. മനസ്സിലായി? ലൈഫിൻ്റെ പാർട്ട്ണറാകുന്നതിന് പകരം സോഷ്യൽ പാർട്ട്ണർഷിപ്പാണ് എല്ലാവരും നോക്കുന്നത്. പിടികിട്ടിയ? അതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പാർ, അവിയൽ, ഇതെല്ലാം ഒരു സൊസൈറ്റീനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്.
മനസ്സിലായോ? നമ്മൾ സാമ്പാർ എന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അവിടെ അത്രയും പേര് അതേ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാരുണ്ടാവും. ലൈക്ക് മൈൻഡഡ് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഓരോ റിലീജിയൻ, ഇപ്പോൾ മുസ്ലിംസിൻ്റെതായിട്ടുള്ള കുറേ ഫുഡുണ്ട്, റിലീജിയസ് ഫുഡുണ്ട്, അല്ലേ? ഹിന്ദുക്കളുടേതായിട്ടുള്ള കുറേ ഫുഡുണ്ട്, റിലീജിയസ് ഫുഡുണ്ട്. മനസ്സിലായോ? ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള കുറേ ഫുഡുണ്ട്. ഇനി നമ്മൾ കൺട്രി വൈസ് നോക്കുക. ഇപ്പോൾ കേരളം എടുത്താൽ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴ്നാടിൻ്റെതായിട്ടുള്ള ഭക്ഷണമുണ്ട്, പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ മാത്രം കിട്ടുന്ന ഭക്ഷണമുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാലും അതാത് രാജ്യത്ത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണമുണ്ട്, ഇല്ലേ? അതെ. പക്ഷെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ മാത്രം പാചകം ചെയ്യുന്നൊരു ഭക്ഷണം എങ്ങും ഇല്ല ഇന്നും. എന്താ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിയലുണ്ട്, പുളിശ്ശേരിയുണ്ട്, അല്ലെ ഇതുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫുഡ് എന്ന് പറയണത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ്. ഇവിടെ ഞങ്ങൾക്ക് അവിയലുമില്ല, സാമ്പാറുമില്ല, ഇങ്ങനെ ഒന്നുമില്ല. നമുക്ക് പച്ചക്കറി കൊണ്ട് നമ്മുടെ ടേസ്റ്റിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാണ്. മനസ്സിലായ? നമ്മുടെ ടേസ്റ്റിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ എടുത്തിരുന്ന പാക്കറ്റ് പൊടികളാണ് എടുത്തിരുന്നത്. ഇപ്പോൾ പാക്കറ്റ് പൊടികളൊക്കെ കംപ്ലീറ്റ് നിർത്തി എന്നിട്ട് നമ്മൾ തന്നെ ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ എടുത്ത് പൊടിച്ച് അത് നമ്മൾ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം എന്താണ്, മറ്റേ പൊടിയുടെ അകത്ത് നമുക്ക് പറ്റാത്ത പല സംഭവങ്ങളും നമ്മുടെ അനുഭവത്തിൽ കാണാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഈ പാക്കറ്റ് പൊടികളെല്ലാം ഒഴിവാക്കി. എന്നിട്ട് ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം നമ്മൾ വാങ്ങി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളത് മിക്സ് ചെയ്ത് നമ്മൾ തന്നെ അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ബോഡിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായ? അപ്പം കമ്മ്യൂണിറ്റിയുടെ മെയിൻ സ്ട്രീമിൻ്റെ അനുഭവത്തിൽ നമ്മൾ മാറിക്കഴിഞ്ഞു. മനസ്സിലായി? ഒരു കോമൺ ഗ്രൗണ്ടിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ. പക്ഷേ എല്ലാവരും ഈ കോമൺ ഗ്രൗണ്ടിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയാണ്. കാരണം ഇൻഡിവിജ്വൽ ഒരു അവയർനെസ് ഇല്ല. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സൊസൈറ്റിയെ ഭയങ്കരമായിട്ട് താങ്ങുന്നത്. അതെ, കാരണം ഇത് അതിനകത്താൻ ഒരു അവയർനെസ് ഇല്ല. അതുകൊണ്ട് സൊസൈറ്റിയുടെ പാർട്ടായിട്ട് ഇരിക്കാൻ കിടന്ന് പാടുപിടിക്കാൻ, അല്ലേ? ഇപ്പോൾ പൊളിറ്റിക്സിനെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ട് പൊളിറ്റിക്സിനെ ആശ്രയിക്കുന്നു? കാരണം ഇയാൾക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം. മനസ്സിലായി? പൊളിറ്റിക്കൽ സപ്പോർട്ട്, റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ റിലീജിയസ് സപ്പോർട്ട് വേണം. ഒരു ഇൻഡിവിജ്വലായിട്ട് തിരിച്ചറിഞ്ഞ് നിലനിൽക്കുന്ന ഭാഗം ഇല്ലാത്തത് കൊണ്ടാണ്. അതെ, ആ സപ്പോർട്ട് വേണ്ടത് കൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിലീജിയനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലേ? കാരണം അവർ അതിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എത്ര ഫ്രാജൈലാണ്. നോക്കണം, എന്ത് വീക്കാണ്. ഒരു റിലീജിയനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. അപ്പോൾ അതുകൊണ്ട് അവരിൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ അവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. ആകണ്ടത് അതെ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുന്നത്, സൂര്യനെ ചീത്ത പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അവരുടെ ദൈവത്തെ ചീത്ത പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആവും. ഈ സൂര്യനെ കൂടി സൃഷ്ടിച്ചിരിക്കുന്ന ആ ദൈവത്തെ പറ്റിയാണ് അവർ പറയുന്നത്, അല്ലേ? അവർ പറയുന്നത് ദൈവമാണ് സർവ്വതിനെയും സൃഷ്ടിച്ചതെന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ഈ പറയുന്ന സൂര്യനെ ചീത്ത പറഞ്ഞാൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ ദൈവത്തെ ചീത്ത പറഞ്ഞാൽ ഇവർ അപ്പം അസ്വസ്ഥരാകും, അല്ലേ? കാരണം അവരുടെ അതെ. അല്ല, ഈശ്വരനും ഈ പറയുന്ന ഇവർ പറയപ്പെടുന്ന ഈശ്വരനും അങ്ങനെ അല്ലെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായ?
ഇവിടെ റിയാലിറ്റിക്ക് ഒരു കാരണവശാലും ഒരു മാറ്റവും ഇല്ല. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം രൂപം കൊണ്ട് ഒരു വാഴ വിത്ത് എടുത്തു കഴിഞ്ഞാൽ വാഴ വിത്ത് നട്ട് ഇത്ര കാലം കഴിയുമ്പോൾ അതിനകത്തൊരു കൊല വരും അല്ലേ? അതൊരു കാലത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ്. കൊലച്ച് കഴിഞ്ഞാൽ പഴം വരികയും പഴം പഴുത്ത് നമ്മൾ ഭക്ഷിക്കുക, അതൊരു സൈക്കിൾ ചെയ്ത് പോകുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പം ഇവിടെ എത്ര കാലമായിട്ട് എത്ര ആയിരം വർഷം കഴിഞ്ഞാലും ഭൂമിയിൽ ഇങ്ങനെ തന്നെയൊക്കെ സംഭവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ശരീരം ഫോം ആകാനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ഫോം ആകുന്ന ശരീരത്തിൻ്റെ ഓരോ സ്റ്റേജും അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് റിഫൈൻഡ് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതായത് വാൽവ് റേഡിയോയിൽ നിന്ന് IC റേഡിയോയിലോട്ട് ഉള്ള പ്രോഗ്രസ് പോലെ പിടിക്കുക. ആ മെറ്റീരിയൽസ് മാറ്റുമ്പോൾ നമ്മുടെ റിഫൈൻമെൻറ്റ് മാറും അല്ലേ? നമ്മുടെ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യൽ അല്ലേ? സ്കൂളിൽ പഠിച്ച് എക്സാക്ട്ലി, അത് നല്ലൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരാൾക്ക് ബോഡി ബിൽഡ് ചെയ്യണം, വളരെ ശോഷിച്ചിരുന്ന ഒരാൾ ബോഡി ബിൽഡ് ചെയ്ത് പ്രോട്ടീനൊക്കെ കഴിച്ച് ഭയങ്കര വലിയ സ്റ്റൗട്ട് ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ? അക്രോബാറ്റിക്സ് ചെയ്യുന്നവർ, അവർ സ്കിൽഫുള്ളി അവരുടെ ബോഡിയെ ട്രെയിൻ ചെയ്ത് അവർ അക്രോബാറ്റിക്സിൽ അവർ മിടുക്കരാകുന്നു അല്ലേ? ഇപ്പോൾ ഒരാൾ ചെസ്സ് കളിക്കാൻ അയാളുടെ മൈൻഡിൻ്റെ പവറിനെ അയാൾ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഓരോരുത്തർക്കും പല രീതിയിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഏത് രീതിയിലെല്ലാം കാണുന്നുവോ, നമ്മൾ ഏത് രീതിയിലെല്ലാം അനുഭവിക്കുന്നു, ആ രീതിയിലെല്ലാം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നമ്മളെ അനുഭവിക്കുന്നത്, അതിനനുസരിച്ചാണ് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാൾ വീക്കായിട്ട് കാണുന്നു, അയാളുടെ വീക്ക്നെസ് ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ആ വീക്ക്നെസ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ആകർഷണ ശക്തിയാണ്. ആകർഷണ ശക്തി മാനിഫെസ്റ്റ് ചെയ്യരുത്. ഇതെന്താ ചെയ്യുന്നത്? എല്ലാവരും ലോ ഓഫ് മാനിഫെസ്റ്റേഷനോട്ട് പോകും. മനസ്സിലായോ? എല്ലാവരും ലോ ഓഫ് മാനിഫെസ്റ്റേഷനോട്ടാണ് പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ തന്നെ അട്രാക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ഈ അട്രാക്ഷൻ ഡൈവേർട്ട് ചെയ്ത് മറ്റുള്ള മെറ്റീരിയൽ ഗെയിനിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഡിവൈഡഡ് ആകുകയാണ് ചെയ്യുന്നത്. ഇത് പൊടിയുണ്ടായിരുന്നു. ഇഞ്ചി അതെന്തായിരിക്കും അവിടെ അന്ന് ചെയ്ത ആ കടയിൽ ഏലക്കായി പൊടിച്ചു അതെ ചെയ്തു. അതെ, കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞ് അതെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. എങ്ങനെയാണ് പെൺകുട്ടിയെ പ്രണയിക്കുന്നത്? എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ബൈ ആക്സിഡൻ്റ് ഒരു അട്രാക്ഷൻ ഉണ്ടായി അല്ലേ? ഡീഫോൾട്ടായിട്ട് ഒരു സെക്സിൽ അട്രാക്ഷൻ എല്ലാവർക്കും ഉണ്ട്. അത് ഡീഫോൾട്ടായിട്ടുള്ളതാണ് അല്ലേ? പക്ഷേ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പെൺകുട്ടിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പെൺകുട്ടിയെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്താണ് അവസാനം ഈ പെൺകുട്ടിയായിട്ടൊരു പ്രണയത്തിലോട്ട് പോകുന്നത് അല്ലേ? ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലി വേണം. നിങ്ങൾക്ക് എങ്ങനത്തെ ജോലി വേണം? നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു വൈറ്റ് കോളർ ജോബ് വേണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ പഠനങ്ങൾ നടത്തും. ഇപ്പം നിങ്ങൾക്കൊരു IAS കാരനാണ്. IAS കാരനാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ IAS കാരനാകണമെന്ന് ആഗ്രഹമുള്ളവന്
മാത്രമേ IAS കാരനാകാൻ പറ്റത്തുള്ളൂ. അതെ, അയാൾ IAS കാരനാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇയാൾ ഒബ്സേർവ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ വെറുതെ ഒരാൾ IAS കാരൻ കണ്ട് അയാളുടെ പവറൊക്കെ കണ്ടിട്ട് എനിക്കും IAS കാരനാണെന്ന് തോന്നിയാലൊന്നും ആകത്തില്ല. മനസ്സിലായ? ഒരാൾ IAS കാരനാകണമെന്നുണ്ടെങ്കിൽ അത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. മനസ്സിലായ? എക്സാക്ട്ലി അവിടെയാണ് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് കാര്യം. അതാണ് IAS കാരനാണെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അയാൾക്കത് എത്ര സമയം ഇരുന്ന് എന്തെല്ലാം പുസ്തകങ്ങളെല്ലാം റെഫർ ചെയ്യുന്നത് ഒന്നും ഒരിക്കലും ഒരു കഷ്ടപ്പാടാകത്തില്ല. കഷ്ടപ്പെട്ട് IAS കാരനായിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല. മനസ്സിലായി? ആ ജോലി തന്നെ ഇയാൾക്ക് ഒരു ബേർഡനായിട്ട് മാറും. മനസ്സിലായി? അതിന് പകരം ഇയാൾ ഡെഡിക്കേറ്റഡ് ഒരു IAS കാരനായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. മനസ്സിലായി? കാരണം അയാൾ എത്രയോ പുസ്തകങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സൊസൈറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യണം ഇയാൾ ഇല്ലേ. ഇതെല്ലാം ഇയാളുടെ മൈൻഡിൽ വളരെ സിംപിളി ഏത് റെഫറൻസ് വന്നാലും, കാരണം ഏത് രീതിയിലുള്ള കാര്യങ്ങളുടെ റെഫറൻസ് വന്നു കഴിഞ്ഞാലും അപ്പം ഇത് ഡ്രോ ചെയ്ത് എടുത്ത് അത് എക്സ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം അല്ലേ. അപ്പോൾ ഹാർമണിയിൽ സ്റ്റാക്ക് ചെയ്യണം ഇൻഫർമേഷൻസ്. ഇയാൾ മൈൻഡിൽ ഹാർമണിയിൽ സ്റ്റാക്ക് ചെയ്യണം ചെയ്യുന്നത്. മനസ്സിലായി? ഇയാൾ ഷെൽഫുകൾ ഉണ്ടാക്കി, മെമ്മറിയുടെ ഷെൽഫുകൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇയാളിൽ. ഒരു IAS കാരൻ എന്താ ചെയ്യുന്നത്? ഇയാളുടെ ഉള്ളിൽ മെമ്മറി ഷെൽഫുകൾ ഉണ്ടാക്കും. മനസ്സിലായ? ഇപ്പം നമ്മൾ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ. ലോകത്തെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ ഡീറ്റെയിൽസും അറേഞ്ച് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു സോഷ്യൽ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ നമുക്കിപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒരു ഷെൽഫ് അങ്ങോട്ട് ഓപ്പൺ ആക്കും. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ PWD എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇങ്ങനെയുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ PWD കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഫുൾ ഷെൽഫ് അയാൾക്ക് ഓപ്പൺ ആക്കാം. ഇതെല്ലാം തമ്മിൽ ഇയാൾ ഒരിക്കലും കോൺഫ്ലിക്റ്റിൽ ഇടുകയില്ല. PWD ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏത് കാര്യം എടുത്താലും ഇതെല്ലാം ഒരു ക്യാപ്ഷൻ്റെ അണ്ടറിൽ ഇയാൾ കൊണ്ടുവരും. അപ്പോൾ ഓർഡറിൽ കൊണ്ടുവരും. എന്നിട്ട് ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് മെമ്മറൈസ് ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ഇത് ഈസിലി എടുക്കാനും അത് തിരിച്ച് സ്റ്റാക്ക് ചെയ്യാനും പറ്റും. പിടികിട്ടിയ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും ഈ സിംപ്ലി പഠിക്കാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇതിനൊരു സ്റ്റാക്കിംഗ് ഓർഡർ ഇല്ല. നമ്മൾ ലൈബ്രറി എങ്ങനെയാണ് വെക്കുന്നത്? ലൈബ്രറി ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വെക്കുന്നത് അല്ലേ. അതെ, ആ ഓർഡറിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഭാഗം റിട്രീവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഒരു ഫയൽ നെയിം കൊടുക്കും അല്ലേ. ഒരു ഫയൽ നെയിം കൊടുത്ത് ആ ഫയലിനകത്ത് ഇത്ര ഡേറ്റ വരെ വെച്ച്, മനസ്സിലായോ? കാരണം എന്തിനാണ് ഒരു ഫയൽ ഉണ്ടാക്കി വേറൊരു ഫയൽ ഉണ്ടാക്കി എന്തിനാണ് പല ഫയലാക്കി വെക്കുന്നത്? എന്തിനാണ്? കാരണം എളുപ്പം എടുക്കാനാണ്. ഒരൊറ്റ ഫയലിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം പല ഫയലിലാകുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. ഒരൊറ്റ വലിയ ബൾക്ക് ഫയലാണ്. അതെ, അപ്പോൾ ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സബ് ഫയൽ. അപ്പോൾ ഏത് ഫയൽ വരെ പോകണം? ഫയൽ വരെ പോകണം. അതിനൊരു റൂട്ടുണ്ട്. ആ റൂട്ട് അനുസരിച്ചാണ് ഈ പറയുന്ന ഏറ്റവും സബ് ഫയലിലോട്ട് എത്തുക അല്ലേ. ഇപ്പോൾ ഒരു ഒരു ഇലക്ട്രിക്കൽ ഡിവിഷൻ കാര്യമാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവിഷൻ കാര്യമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ വീട്ടിലെ മീറ്റർ ആയിരിക്കും. മനസ്സിലായി? അതുവരെ ഈ വ്യക്തിക്ക് വളരെ പിൻ പോയിൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു കാരണവശാലും ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ ഏതൊരു സൊസൈറ്റിയിലുള്ള ഏത് കാര്യത്തിനും ഒരു ടൈറ്റിൽ ഹെഡുണ്ട്. ആ ഹെഡിനകത്ത് സബ് ഹെഡ്സ് ഉണ്ട്, ഡിവിഷൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമും ഉണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട്
ഇയാളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ആളാണ് സൊസൈറ്റിയിൽ കുറേ സ്ഥാനങ്ങൾ കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയും ഫങ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ശരീരം ഫങ്ഷൻ ചെയ്യുന്ന ഇതുപോലെ തന്നെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹെഡാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കൺസ്യൂം ചെയ്ത് സ്റ്റൊമക്കിൽ ചെന്ന് അതിനകത്ത് നിന്ന് സ്മോൾ ഇൻഡസ്ട്രിയിലോട്ട് പോയി ലാർജ് ഇൻഡസ്ട്രിയിലോട്ട് പോയി അത് സെക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സാധനം വന്നവിടെ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ ഫുഡ് അബ്സോർബ് ചെയ്ത് എനർജി അബ്സോർബ് ചെയ്ത് ബോഡിയുടെ വിവിധ ഭാഗത്തോട്ട് പോകുന്നു. അതിനൊരു ഡിസിപ്ലിനുണ്ട്, അതിനൊരു ഫോർമേഷന് ഒരു ഡിസിപ്ലിനുണ്ട്. അത് ബേസ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് അതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഭാഗമുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യല്ല, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ അവയർനെസ്സാണ്, നമുക്ക് തെളിച്ചമാണ് ഉണ്ടാകുന്നത്. മറ്റേത് സൊസൈറ്റിയിലെ ഒരു കാര്യത്തിൻ്റെ തെളിച്ചം ഉണ്ടാകുന്നു, ഇത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിലുള്ള കാര്യത്തിൻ്റെ തെളിച്ചം ഉണ്ടാകുന്നു. വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് സൊസൈറ്റിയിലെ കാര്യങ്ങളുടെ ഡീപ്പ് അനലൈസിങ് സാധിക്കുന്നു. മറ്റേത് ഇൻഡിവിജ്വാലിറ്റിയിലുള്ള ആസ് എ ഹ്യൂമൻ ബിഹേവിയർ അല്ല, ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. നമ്മുടെ ബിഹേവിയറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന ഭാഗമുണ്ട്. ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ എക്സിസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസാണ് എടുക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ആ ഭാഗത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെ അനലൈസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൈൻഡിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്? മൈൻഡിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയെല്ലാം ഏതെല്ലാം സിറ്റുവേഷനിൽ എങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കും അല്ലേ? ആ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ഞാനെന്ന് പറയുന്നത്. ഈ ഞാനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതതിൻ്റെ സ്ട്രെയിറ്റ് ലൈനാണ്. അതെന്നും എല്ലായിടത്തും അത് കോൺസ്റ്റൻ്റാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ എല്ലായിടത്തും കോൺസ്റ്റൻ്റാണ്. സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും മാറുന്നില്ല, അത് കോൺസ്റ്റൻ്റ്. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. അത് എല്ലായിടത്തും ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇതിനെ എല്ലാത്തിനെയും പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗത്താണെങ്കിലും ഇൻഡിവിജ്വൽ പേഴ്സണൽ ഫിസിക്കാലിറ്റിയുടെ ഭാഗത്താണെങ്കിലും അത് കൂടുതൽ ഇമോഷണൽ ആണെങ്കിലും അത് സ്പിരിച്വൽ ആണെങ്കിലും എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇല്ലാതെ നമ്മൾ സോഷ്യൽ ഭാഗത്തോട്ട് വരുന്നത്. സൊസൈറ്റിയിൽ ഞാൻ ഇങ്ങനെയാണ്, വീട്ടിൽ ഞാൻ വേറൊരു രീതിയിലാണ്, എൻ്റെ ഇമോഷണൽ ഭാഗത്ത് വേറൊന്നാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ വേറൊന്നാണ്. എന്നുവെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തി ഹെൽത്തി ആകത്തില്ല. കാരണം ഈ സിസ്റ്റം എല്ലാം കൂടി തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമില്ല. ഇത് എല്ലാം ചേർന്ന് ഇരിക്കുന്ന ഭാഗം വേണം. ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന ഭാഗം അനുഭവത്തിൽ ഉണർന്നു വരത്തുള്ളൂ. ഒരു ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിനേ ചെയ്യുന്നില്ല. എല്ലാ ആക്ടിവിറ്റീസും സോഷ്യലുണ്ട്, പൊളിറ്റിക്കലുണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട് സർക്കിളുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനെയും ഒരൊറ്റ സ്ട്രിങ്ങിലാണ്, ഞാനെന്ന് പറയുന്ന ഒരൊറ്റ സ്ട്രിങ് ആണ് ഇതിന് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി പോസിബിൾ ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ സ്റ്റെബിലിറ്റി പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ വരുന്ന കപ്പാസിറ്റി എന്താണ്? വളരെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ, കാരണം നിരന്തരമായിട്ട് എല്ലാത്തിനെയും കണക്ട് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ നമുക്ക് വിലയിരുത്താനുള്ള കപ്പാസിറ്റി ക്രമേണ ഓരോ ദിവസം കൂടുന്തോറും കൂടി വരും. അപ്പം രോഗത്തിൽ നിന്ന്, രോഗം എന്ന് പറയുന്നത് പരസ്പരം ചേരുന്ന അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് രോഗം. നിരന്തരം ചേരുന്ന ഭാഗത്ത് തന്നെ തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ, നിരന്തരം ചേരുന്ന ഭാഗത്ത് തന്നെ തുടർച്ചയായിട്ട് നിലനിൽക്കാൻ സാധിച്ചാൽ അവിടെ ഫോർമേഷൻ തന്നെ പോസിബിലിറ്റി ഉള്ളൂ. ആ ഫോർമേഷൻ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡിഫോമിറ്റി നമ്മുടെ അനുഭവത്തിൽ എങ്ങും വരത്തില്ല. അതുകൊണ്ടാണ് രോഗത്തിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുന്നത്.
ബാധിച്ചു. ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ നമുക്കത് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്? പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം നമ്മളുടെ ഓർബിറ്റിംഗ് അല്ലെ നമ്മളുടെ പെർഫോമൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വണ്ടിയുടെ ബെയറിങ് കംപ്ലൈൻ്റ് ആയി, നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയുടെ ബെയറിങ് കംപ്ലൈൻ്റ് ആയി ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത സംഭവത്തിനും അതിൻ്റെ കംപ്ലൈൻറ്റ് വരും. പക്ഷെ നമ്മളതുകൊണ്ട് ഈ ബെയറിങ് റീപ്ലേസ് ചെയ്യും അല്ലേ? ആ ബെയറിങ് റീപ്ലേസ് ചെയ്യണം, അവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പം നമ്മളവിടെ അറ്റൻഷൻ കൊണ്ടുവരണം. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് റീപെയറിങ് നടക്കുന്നത്? റീപെയറിങ് ആണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് വരുന്നത്? നമ്മൾ മറ്റൊരു സംഭവമായിട്ട് നമ്മളുമായിട്ട് മേർജ് ആകാത്തൊരു സംഭവമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ഡാമേജ്. അപ്പോൾ റീപെയറിങ് ആണ് നടത്തുന്നത് അല്ലേ? റീപെയറിങ് ആണ് നടത്തേണ്ടത്. ആ റീപെയറിങ് നടക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം, നിങ്ങളെടുക്കുന്ന ശ്വാസം നിങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ശ്വാസം. എല്ലാവരും പറയും ശ്വാസം എടുക്കുന്നുണ്ടല്ലോ, ഞാനെന്തിനാണ് അത് അറിയണത്? അപ്പം എനിക്ക് കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. അത് എന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയയാണ് ശ്വാസം. അപ്പോൾ ശ്വാസത്തെ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ ബിൽഡിങ് തുടർച്ചയായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ അറ്റൻഷൻ വേറെ കുറേ കാര്യത്തിലാണ്. അപ്പോൾ എന്നിൽ ഡൈവേർഷനാണ്. റീപെയറിങ് നടക്കത്തില്ല. രോഗത്തിന് കാരണം എന്താണ്? ഞാൻ എൻ്റെ അറ്റൻഷൻ പലതിന് കൊടുക്കുന്നു. അതാണ് രോഗത്തിന് കാരണം. ക്ലിയർ അല്ലേ? റീപെയറിങ് ആണ് ഇമ്പോർട്ടൻ്റ്. റീപെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും അസോസിയേഷൻ. അതുകൊണ്ടാണ് അസോസിയേഷൻ എന്തിനെ ബേസ് ചെയ്താണ്? സിമിലാരിറ്റി ബേസ് ചെയ്താണ് അസോസിയേഷൻ നടക്കുന്നത് അല്ലേ? ആ അസോസിയേഷൻ നടക്കുന്നത് സിമിലാരിറ്റി ബേസ് ചെയ്താണ്. അപ്പം അസോസിയേഷൻ പ്യുവർ ഫോമിൽ നടക്കുന്നു. അസോസിയേഷൻ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. മതി, വേറെ ഒന്നും വേണ്ട, വേറെ യാതൊന്നും വേണ്ട. അല്ലേ? ക്ലിയർ അല്ലേ? പറയും എന്തോ കേട്ടില്ല, എന്തോ കേട്ടില്ല. ഇല്ല, സൗണ്ട് ക്ലിയർ അല്ല. കൃഷ് അല്ലേ? നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിച്ചിരിപ്പുണ്ട്, മനസ്സിലായി? ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ റിക്വയർമെൻറ്റ്. ജീവിച്ചിരിക്കുന്ന ഭാഗവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ ആള്? അച്ഛാ, ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്, എത്ര ഭയങ്കര വലിയ സിറ്റുവേഷനിലാണ് ആയിക്കോട്ടെ, പക്ഷേ അയാൾക്ക് ജീവനുണ്ട്, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജീവനുമായിട്ടുള്ള ബന്ധം അയാൾക്ക് ഉണർത്തി കൊണ്ടുവരാനുള്ള എല്ലാ അവസരവും ഉണ്ട്. സർവ്വസാധ്യതയുണ്ട്. എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അയാളുടെ ഈ ഭാഗത്തോട്ട് താല്പര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ജീവൻ്റെ പൾസ് ഉണ്ടാകും. ആ പൾസ് മെയിൻറ്റെയിൻ ചെയ്ത് അതുമായിട്ട് റാപ്പോയിൽ കൊണ്ടുവന്ന് ബിൽഡിങ് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാം. അത് എത്ര പ്രാവശ്യം നമ്മുടെ വീട് തകർന്നു പോയാലും നമുക്ക് പണിത് കൊണ്ടുവരാം. പക്ഷെ വീട് തകർന്നു വീണപ്പോൾ നമ്മൾ തളർന്നു പോയി, രണ്ടാമത് പണിയാനുള്ള മാനസികാവസ്ഥയില്ല. നമുക്ക് മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ വീണ്ടും വീട് റീബിൽഡ് ചെയ്യാം. വീട് കംപ്ലീറ്റ് ഫ്ലഡിൽ പോയി, അത് നിരാശപ്പെടേണ്ട. ഒരു ഫ്ലഡ് വന്ന് നമ്മുടെ വീട് കംപ്ലീറ്റ് പോയി, നമ്മൾ നിരാശപ്പെടേണ്ട. കാരണം ഞാനുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീട് പണിയാം. സർവ്വതും നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നമ്മൾ നെക്സ്റ്റ് മൊമെൻ്റ് അത്രയും നേരം ഉണ്ടായിരുന്ന കുറേ സംവിധാനങ്ങൾ മാറ്റം വന്നു. കുറേ സംഭവങ്ങൾ പോയി, മനസ്സിലായി? നമ്മുടെ വീട് പോയി, നമ്മുടെ മാതാപിതാക്കൾ പോയി, ഭാര്യ പോയി, മക്കൾ പോയി, എല്ലാം പോയി. പക്ഷെ സ്റ്റിൽ ഇതെല്ലാം പോയെങ്കിലും ഞാനുണ്ടെന്നുള്ളൊരു ഭാഗത്ത് തുടരാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അവിടെ നമ്മൾ മനസ്സ് എന്ന് പറയുന്ന സംഭവം ഇത്രയും പേരെ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് മെൻ്റൽ ആഗണി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇത്രയും ആൾക്കാരെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു.
അവരങ്ങോട്ട് ഡിസപ്പിയർ ചെയ്തപ്പോൾ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് മെൻ്റൽ ആഗണി. കാരണം നമ്മൾ ട്രെയിൻഡ് ആയിരുന്നു ഇങ്ങനെ ഇത്രയും പേരുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കാരണം ഇതൊക്കെ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കാം. കാരണം വേറെ എവിടെയെങ്കിലും ഫ്ലഡ് ഉണ്ടാകുന്നു, വേറെ കുറേ ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കും ഇത് നാളെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സംഭവിക്കണമെന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവർക്ക് ഫ്ലഡ് ഉണ്ടായി, വീടെല്ലാം നഷ്ടപ്പെട്ടു, ഒരാൾ ഒറ്റപ്പെട്ട് വരുന്നു. ഇത് നമ്മൾ തന്നെയാണത്, മനസ്സിലായി? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ എംപവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, റിയലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകത്തില്ല. ഇത് ആർക്കും വേണമെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കാവുന്നതാണ്. വളരെ വേണ്ടപ്പെട്ടുള്ള നമ്മുടെ കാമുകി പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു, ആർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷെ അവിടെ ഡിസപ്പോയിൻമെൻ്റ് ആകാതെ, കാരണം എന്തുകൊണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഇന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായി, അത് അവിടെ നോർമലാണത്. പക്ഷേ നമുക്കിത് ഇത് അബ്നോർമലായിട്ട് പോകും നമുക്ക്. പക്ഷേ എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ലോകത്ത് ജീവിച്ചിട്ട് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുള്ളൂ നമ്മൾ 100% ഡിസിഷൻ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് ഇങ്ങനെയേ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ബലം പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. പിടിയിട്ടില്ല. ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഓറിയൻറ്റ് എന്തോ ഒന്നുമില്ല. എക്സാക്ട്ലി. ഇപ്പോൾ പാലസ്റ്റീനിൽ യുദ്ധം ഉണ്ടാകുന്നു, ഇസ്രയേൽ പാലസ്റ്റീൻ യുദ്ധം, ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നു. നാളെ അത് ഇന്ത്യയുമായിട്ട് ഉണ്ടാകാം, ഏത് രാജ്യത്തിനും. അപ്പോൾ നമുക്കല്ലല്ലോ ഇതുണ്ടായത്. അപ്പോൾ അവിടെ ഉണ്ടാകാനുള്ള കാരണങ്ങളെല്ലാം നമ്മുടെ ബോഡി ഇപ്പോഴേ ഡിറ്റക്റ്റ് ചെയ്ത് ഓക്കെ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം ഉണ്ടാകും. നമ്മളൊരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകണ്ട. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരാളെ കത്തി കൊണ്ട് കുത്തി, നമ്മൾക്കാകാം ഇത്, മനസ്സിലായി? ഇപ്പം നമ്മളെല്ലായിടത്തും എല്ലാ വിധത്തിലും നമ്മൾ എക്വിപ്ഡ് ആകുകയാണ്. എന്തുകൊണ്ട് ഒരാളൊരു കത്തി കൊണ്ട് കുത്തുകൊള്ളുന്നു, ഈ ഇവൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്, നമുക്കത് നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമുണ്ട്. അത് കുത്തുകൊള്ളണമെന്നില്ല. കുത്തുകൊള്ളാനുള്ള കാരണങ്ങൾ എന്താണ്? ഒരു വ്യക്തിക്ക് കത്തി കൊണ്ട് കുത്തുകൊണ്ട് ഒരാളെ കയറി ആക്രമിക്കുന്നു, ഇതിനുള്ള സിറ്റുവേഷൻസ് എന്താണ്? അങ്ങനെ റിഫൈൻ ചെയ്ത് നമുക്കത് ന്യൂട്രലൈസ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഈ അനുഭവങ്ങളൊന്നും വരണമെന്നില്ല. ഇപ്പോൾ ഫ്ലഡിനുള്ള സാധ്യതയുള്ള സ്ഥലത്തുകൊണ്ട് വീട് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഫ്ലഡ് വന്ന് എൻ്റെ വീട് ഒലിച്ചു പോയി എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഫ്ലഡ് വരാനുള്ള ഭാഗത്തുകൊണ്ട് വീട് വെച്ച് ഒരാൾ വീട് വെച്ച് അടുത്ത ആൾ വീട് വെച്ച് അങ്ങനെയുള്ള ഒരുപാട് പേര് വീട് വെക്കുന്നു. ഇതാണ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായി? ഒരാൾ മദ്യപിച്ചു, അടുത്ത ആൾ മദ്യപിക്കുന്നു, അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഒരുപാട് പേര് മദ്യപിക്കുന്നു. മനസ്സിലായി? ഒരാളൊരു പൊട്ടത്തരം ചെയ്താൽ അടുത്ത ഒരാളും ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു കോമൺ നിയമങ്ങളാകുന്നു. സത്യത്തിൽ നമ്മൾക്ക് നമ്മുടെ ക്ലാരിറ്റിയിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ ക്ലാരിറ്റി ഇല്ലായ്മയിലോട്ടേ പോകത്തുള്ളൂ. ക്ലാരിറ്റിയിൽ തുടർന്നാൽ ക്ലാരിറ്റി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നത് എന്താണ്? ക്ലാരിറ്റി ഇല്ലാത്ത, പഠിച്ചിട്ട് ഈ പുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, അല്ല അനുഭവിക്കുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് മെയിൻ സ്ട്രീമിൽ പോകുന്ന കാര്യമായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ആ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഇവനെന്ത് വട്ടാണ് എന്ന് തോന്നും. അതിനകത്ത് അതിശയപ്പെടാനൊന്നുമില്ല, അല്ലേ? ക്ലിയർ അല്ലേ?